മാർക്കറ്റിങ്ങിനെ പല രീതിയിൽ നിർവചിച്ചിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നൽകുന്ന പ്രൊഡക്റ്റിനെയും സർവീസിനെയും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വിത്ത് കസ്റ്റമർ എന്ന ഒരു ഡെഫിനിഷനും മാർക്കറ്റിങ്ങിനുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആകട്ടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് ഈ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു എന്നുള്ളതാണ്. ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. ജസ്നി തോമസ് ആണ് ഈ ഒരു എപ്പിസോഡിലെ കോണ്ടന്റും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കാഡ് സെന്ററിലെ പ്രോഗ്രാം മാനേജറായ ജിസ്നി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചും ആർക്കൊക്കെ പഠിക്കാം, ആ പഠിച്ചത് കൊണ്ട് എങ്ങനെ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇതും. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹലോ എവരി വൺ, ദ എഡ്യൂക്കേറ്ററിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും ഇമ്പോർട്ടൻസ് എന്താണെന്നും അതോടൊപ്പം ജോലി, പഠനം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യങ്ങളുമാണ് നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ന്യൂ ടേം ഒന്നും ആയിരിക്കില്ല. നിങ്ങൾ എല്ലാവരും തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്നറിയുന്നവരായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പോലെ തന്നെ വി ആർ ഡൂയിങ് മാർക്കറ്റിംഗ് ത്രൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. അപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതായത് നമ്മളിപ്പോൾ കാണുന്ന സോഷ്യൽ മീഡിയാസ്, ഗൂഗിൾ, അതുപോലെയുള്ള ഡിജിറ്റലി ഉള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ് ആവാം, സിസ്റ്റംസ് ആവാം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആവാം. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആ ഒരു രീതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവെയർനെസ് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ്. ചിലൊരു പ്രൊഡക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അവരുടെ ടാർഗറ്റായ ഓഡിയൻസിലേക്ക് ആ ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയാം. അപ്പം ആ ഒരു മാർക്കറ്റിംഗ് ട്രഡീഷണൽ മെത്തേഡ്സിന് മാറി ഡിജിറ്റലി ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. മെയിനായിട്ട് ഇത് രണ്ട് രീതിയിൽ, കൂടുതലും ഇൻ്റർനെറ്റ് ചാനൽസ് ത്രൂ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാറ്. നോൺ ഇൻ്റർനെറ്റ് ചാനൽസ് കൂടിയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ്റർനെറ്റ് ചാനൽസ് ആണ് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, ഇ കൊമേഴ്സ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അതുപോലെയുള്ളതൊക്കെ നമ്മൾ ഇൻ്റർനെറ്റ് ത്രൂ ചെയ്യുന്നതാണ്. അപ്പോൾ അതും അതിൻ്റെ പാർട്ടാണ്. ടെലിവിഷൻ ത്രൂ ചെയ്യുക, ഈ റിംഗ് ടൂൺസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പാർട്ട് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ളവരായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങളൊരു വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പം അതിൻ്റെ സൈറ്റ്സിലൊക്കെ കാണിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്, ഗൂഗിളിൽ ഒരു കാര്യത്തിന് സെർച്ച് ചെയ്യുമ്പം ഏറ്റവും ടോപ്പിൽ വരുന്ന റിസൾട്ട്സിൽ നിങ്ങൾ മേ ബി നോട്ട് ചെയ്തിട്ടുണ്ടാകും, ഒരു ആഡ് എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാകും, അതിൻ്റെ താഴെ തന്നെ. അപ്പോൾ ആ ഒരു നോട്ട്സ് കാണിക്കുന്ന അത് ആഡ് ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തതുകൊണ്ട് അതാണ് ഏറ്റവും എബവ് റിസൾട്ട്സ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പാർട്സ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ജീവിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഈസ് ഗിവിങ് ടു ഡിജിറ്റൽ തിങ്സിന് തന്നെയല്ലേ നമ്മളെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ന്യൂസ് പേപ്പർ എടുത്തിട്ട് വായിക്കുന്നത് അല്ലെങ്കിൽ ഒരു മാഗസീന് പ്രിൻറ്റഡ് ആയിട്ടുള്ള വായിക്കുന്നതൊക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണ്. നമ്മളെല്ലാവരും ഡിജിറ്റൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയാസും യൂട്യൂബ്സ്, വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ എൻഗേജ് ചെയ്തിരിക്കുന്നത്. അതുപോലെയുള്ള ഡിജിറ്റലി ഉള്ള മാർക്കറ്റിംഗ് ആണ് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സെനാരിയോയിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ദാൻ നമ്മൾ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനേക്കാൾ. അപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് ഇപ്പം ഈ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ്, പാംഫ്ലെറ്റ്സും ന്യൂസ് ലെറ്റേഴ്സൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് ത്രൂ ഉള്ള മാർക്കറ്റിങ്ങിനേക്കാൾ കുറച്ചും കൂടി എപ്പോഴും ബെറ്ററാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബെറ്റർ ആവാൻ ഡിഫറെൻറ്റ് റീസൺസ് ഉണ്ട്. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതായത് ഡിജിറ്റലി ഞാൻ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് കിട്ടും. കറക്റ്റായിട്ട് എനിക്കത് റിവ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് ഇട്ടു, അത് എത്ര പേര് കണ്ടു, അല്ലെങ്കിൽ ഞാൻ അത് എത്ര പേരിലേക്ക് എത്തി, ഞാൻ ഉദ്ദേശിച്ച ഓഡിയൻസ് എനിക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഒരിക്കലും അനലൈസ് ചെയ്യാൻ പറ്റില്ല.
പക്ഷേ നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ത്രൂ ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ ഫൈൻഡ് ചെയ്തിട്ട് അവരിലേക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ എത്തിക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിൽ എത്ര പേര് നമ്മുടേത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്ര പേരിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ജെന്യുവിൻ ആയിട്ടുള്ള ഓഡിയൻസ് അതിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും പ്രോപ്പറായിട്ട് നമുക്ക് അനലൈസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതിനൊക്കെ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഗൂഗിൾ അനലറ്റിക്സ് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ വെച്ചിട്ട് പ്രോപ്പറായിട്ട് നമുക്കിത് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും നമ്മുടെ റിസൾട്ട്സ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി ട്രാക്കബിൾ ആൻഡ് മെഷറബിൾ. അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാനും നമ്മുടെ റിസൾട്ട് മെഷർ ചെയ്യാനും നമുക്ക് ഇതുപോലെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട്സ് കിട്ടും. അതുകൂടാതെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഓഡിയൻസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനും റീടാർഗറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തിച്ചു, പ്രൊഡക്റ്റിനോട് കൂടുതൽ റെസ്പോൺസ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഏജ് ബിറ്റ്വീൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സെക്സ് ബിറ്റ്വീൻ, ഇപ്പോൾ ഫീമെയിലാണ് കൂടുതൽ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മെയിൽ ആണെന്നുള്ളത് നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് പിന്നെ അവരിലേക്ക് മാത്രം ഇത് എത്തിച്ചു കൊടുക്കാനും നമുക്ക് പറ്റും. ബഡ്ജറ്റ് വൈസ് ഓൾസോ ഇത് കുറച്ചും കൂടി നമുക്ക് അഫോർഡബിൾ ആയിരിക്കും ദാൻ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനേക്കാൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെയാണ് ഇങ്ങനത്തെ കോഴ്സസ് പഠിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കാം. ആർക്കൊക്കെ പഠിക്കാം എന്നുള്ളതിന് അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചൊന്നും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ആവശ്യമില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കോഴ്സസൊക്കെ കൂടുതലും സ്റ്റുഡൻസാണ് ഇതുപോലെയുള്ള കോഴ്സസ് കാര്യങ്ങൾ നോക്കുക. സ്റ്റുഡൻസിന് മാത്രമല്ല, നിങ്ങളൊരു പ്രൊഫഷണലാണ്, മാർക്കറ്റിംഗ് പ്രൊഫഷണലാണ്, സെയിൽസ് പ്രൊഫഷണലാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഓൺ കമ്പനി നടത്തുന്ന ആളാണ്, എൻ്റർപ്രണർ ആണ്, അതല്ലാതെ എന്തെങ്കിലും രീതിയിലുള്ള പ്രൊഡക്ട്സോ സർവീസോ ഒക്കെ സെയിൽ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന റിലേറ്റഡ് ആയിട്ട് വരുന്ന കോഴ്സസ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 100% നിങ്ങളുടെ തന്നെ പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെയോ റിസൾട്ട് കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസൾട്ട് കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഇത് പഠിക്കാൻ പറ്റുക, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് എവിടെ അവൈലബിൾ ആണ്, എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കോഴ്സ് എവിടെ നിന്ന് കിട്ടും ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സ്വാഭാവികമായും നിങ്ങൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻസ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്യാറ്റ് സെൻറ്ററിൻ്റെ പാർട്ടായ സിനർജി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പാക്കേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സസിൻ്റെ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മളിവിടെ കൊടുക്കുന്ന കോഴ്സിൽ തന്നെ മെയിനായിട്ട് 3 പാക്കേജസ് വരുന്നുണ്ട്. ഒന്ന് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ, ഒരു 40 hours ആണ് ആ പ്രോഗ്രാം വരുന്നത്. സോ അതിനകത്ത് ഇമെയിൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഇ-കൊമേഴ്സ് അതുപോലെയുള്ളതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ പറഞ്ഞു തരും. ഇപ്പോൾ ഈ അനലറ്റിക്സ് ഒക്കെ പറഞ്ഞ റിവ്യൂ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള സൈറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ളത് നമ്മൾ ട്രെയിനിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഒരു 40 hours പ്രോഗ്രാമാണ് ഇത് വരുന്നത്. അത് കൂടാതെ 80 മണിക്കൂർ വരുന്ന ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട് അതിൽ തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാത്രം പഠിക്കണം, ഫോർ എക്സാമ്പിൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അതുപോലുള്ള സോഷ്യൽ മീഡിയാസിലൂടെ മാർക്കറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്ലോമ പ്രോഗ്രാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെയും ഡിപ്ലോമ പ്രോഗ്രാംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു 80 hours വീതം വരുന്ന പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഒരു പ്രോഗ്രാം 80 hours അല്ലെങ്കിൽ 40 hours എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ത്രൂ കൂടിയാണ് പഠിപ്പിക്കുന്നത്. ജസ്റ്റ് ക്ലാസ് എടുത്ത് തരിക മാത്രമല്ല, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും അപ്പം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്താണോ പഠിച്ചത് അത് നിങ്ങൾക്ക് ഒരു ജോബിൽ പോയിട്ടാകുമ്പം നിങ്ങൾക്കത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളതും കൂടി പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞു തരും. അപ്പം ഈ യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെർട്ടിക്കുലർ കമ്പനീസിൽ ഇപ്പം ഓൾമോസ്റ്റ് കമ്പനീസും ദേ വിൽ റിക്രൂട്ട് ചെയ്യും. എന്തിന്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് ഇറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഏത് കമ്പനി ആയിക്കോട്ടെ അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ അത്യാവശ്യം ഒരു നമ്പർ ഓഫ് എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനിയിൽ എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനുള്ള പോസ്റ്റസ് അവൈലബിൾ ആയിരിക്കും. ഒത്തിരി പേർക്കും ഫ്രീലാൻസ് ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റെഗുലർ ജോബായിട്ടല്ല എങ്കിലും നിങ്ങൾക്ക് കരിയർ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു അഡീഷണൽ ഇൻകം അല്ലെങ്കിൽ എക്സ്ട്രാ ഏണിങ്സ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ പ്രൊഫഷണലൊക്കെയാണ് നിങ്ങളായിട്ട് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഓൺ കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കമ്പനി നടത്തുന്ന ആളാണ്, അതിൻ്റെ മാനേജിങ് ലെവലിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്നെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്ട്സോ സർവീസോ ഒക്കെ മാർക്കറ്റിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് മെയിനായിട്ട് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് വരുന്നത്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ക്യാറ്റ് സെൻറ്ററിലെ സിനർജി ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ആവശ്യമായ
പ്രോഗ്രാമുകൾ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജിസ്നിയുടെയും CAD സെൻറ്ററിൻ്റെയും കോൺടാക്റ്റ് നമ്പറുകൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.